ബിഗ് ബോസ് മലയാളം സീസൺ ഫസ്റ്റിൽ സാബു മോനും ഹിമയും തമ്മിൽ ഒരു കയ്യാങ്കളി നടന്നിട്ടുണ്ട്. അന്ന് ഹിമയാണ് അങ്ങോട്ട് സാബുവിനെ അടിക്കുന്നത്, അതായത് ചെസ്റ്റിൽ പിടിച്ച് തള്ളുന്നുണ്ട്. തിരിച്ച് ഹിമയുടെ കഴുത്തിൽ സാബു പിടിക്കുന്നുണ്ട്. രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുള്ളത് കൊണ്ട് അന്ന് രണ്ടുപേർക്കും വാണിംഗ് കൊടുത്ത് വെറുതെ വിട്ടു. സീസൺ 5 അഖിൽ മാരാറ് നമ്മുടെ ജുനൈസിനെ ഷോൾഡർ കൊണ്ട് തള്ളുന്നുണ്ട്. ജുനൈസ് ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞെങ്കിലും അത് പിന്നീട് പരിഹരിക്കപ്പെട്ടു. ബിഗ് ബോസ് അത് പറഞ്ഞു തീർത്തു. കാരണം അതൊരു ഫിസിക്കൽ അസോൾട്ട് ആയിട്ട് കാണാൻ പറ്റില്ല. ആ സീസണിലാണ് റോബിൻ അവിടെ ഗസ്റ്റ് ആയിട്ട് വന്ന് വലിയ സീനൊക്കെ ആക്കിയിട്ട് വീണ്ടും പുറത്തു പോകുന്നത്. സീസൺ 4 റോബിൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ എനിക്ക് തോന്നുന്നു ലോക്കറ്റോ കോയിനോ കല്ലോ അങ്ങനെ എങ്ങാണ്ടാണ്. അന്ന് രാജാവായിട്ടിരിക്കുന്ന റിയാസ് റോബിന്റെ കൈ കയറി പിടിക്കുന്നു, തടഞ്ഞു നിർത്തുന്നു. ആ ഒരു സമയത്ത് റിയാക്ഷൻ എന്നുള്ള നിലയിൽ റിയാസിനെ പിടിച്ചങ്ങ് ഒരൊറ്റ തള്ള് റോബിൻ തള്ളുന്നുണ്ട്. അത് അടിച്ചതല്ലായിരുന്നു എന്ന് നമുക്കറിയാം, പക്ഷേ അത്യാവശ്യം ഫോഴ്സ് യൂസ് ചെയ്തിട്ടാണ് തള്ളിയത്. അങ്ങനെയാണ് റോബിൻ ആ സീസണിൽ വിന്നർ ആവേണ്ട കണ്ടസ്റ്റന്റ് പുറത്താവുന്നത്. അങ്ങനെ റിയാസിനെ ഗെയിം ചേഞ്ചർ എന്ന് പിന്നീട് എല്ലാവരും വിളിച്ചു. ശരിക്കും റോബിന്റെ അനുവാദമില്ലാതെ പുള്ളിയുടെ ശരീരത്തിൽ ആദ്യം സ്പർശിച്ചതെന്ന് റിയാസ് ആയിരുന്നു. പെട്ടെന്നുണ്ടായൊരു റിയാക്ഷൻ എന്നുള്ള നിലയിൽ റോബിൻ പുള്ളിയെ പിടിച്ച് തള്ളിയതാണെങ്കിലും അതിന്റെ ഫോഴ്സ് കുറച്ച് കൂടിപ്പോയി. അതൊരു ഫിസിക്കൽ അസോൾട്ട് ആണ് എന്ന് ബിഗ് ബോസ് കണക്കാക്കുകയും അങ്ങനെ റോബിനെ പുറത്താക്കുകയും ചെയ്തു. കഴിഞ്ഞ സീസണിലെ റോക്കിയുടെ താടിയിലൊക്കെ സിജോ പിടിക്കുന്നുണ്ട്. അങ്ങനെ റോക്കി പ്രൊവോക്ക് ആവുന്നു. ഇനി എന്റെ ദേഹത്തോട്ടാ നിന്നെ ഇടിക്കുമെന്ന് പറയുന്നു. ശരിക്കും സിജോ റോക്കിയുടെ ഷോൾഡറിൽ എങ്ങാണ്ട് കൈ ഒന്ന് വെച്ചതേ ഉള്ളൂ. അതിനാണ് റോക്കി ഇടിക്കുന്നത്. അപ്പൊ അവിടെ സിജോ കൈ വെച്ചതും തെറ്റാണല്ലോ. ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ ശരീരത്തിൽ തൊടാൻ പാടില്ല, താടിയിലും പിടിക്കാൻ പാടില്ല, ഷോൾഡറിലും വെക്കാൻ പാടില്ല. പക്ഷേ ആ കൈയൊന്ന് വെച്ചതിന് റോക്കി ചെയ്തത് ഇടിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇവിടെ എല്ലാം എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് ഒന്നാമത് തുടങ്ങിയത് ആരാണെന്നുള്ളതല്ല, അല്ലെങ്കിൽ ആരാണ് തുടങ്ങി വെച്ചത് എന്നല്ല നോക്കിയിട്ടുള്ളത്, എന്തവിടെ സംഭവിച്ചു, ആരുടെ ഭാഗത്ത് കൂടുതൽ തെറ്റ്. ഇപ്പൊ ഒന്നാമത്തെ കേസിൽ രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ട് അത് വലിയ കുഴപ്പമില്ലാതെ പോയി. അഖിൽ മാരാറിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ജുനൈസ് പ്രൊവോക്ക് ചെയ്തിട്ടാണ് അഖിൽ തട്ടിയത്. പക്ഷെ അത് ഷോൾഡർ കൊണ്ടായതുകൊണ്ട് ബിഗ് ബോസ് അത് കോംപ്രമൈസ് ആക്കി വിട്ടു. ജുനൈസ് ക്ഷമിക്കുകയും ചെയ്തു. പിന്നെ റോബിന്റെ കേസിൽ റിയാസ് ക്ഷമിച്ചില്ല. രണ്ടാമത് റോബിൻ അത്യാവശ്യം ഫോഴ്സ് ഉപയോഗിച്ചാണ് തള്ളിയത്. അതുകൊണ്ട് അവിടെ റിയാസ് തൊട്ടത് തെറ്റാണെങ്കിലും വളരെ വലിയ ഫോഴ്സ് ഉപയോഗിച്ചു എന്നൊരു കാരണമാണ് റോബിന് മേൽ കണ്ടെത്തിയത് പുറത്താക്കാൻ വേണ്ടി. ഇനി നമ്മൾ കഴിഞ്ഞ സീസണിലെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവിടെയും ഭയങ്കര പ്രൊവോക്കിംഗ് ആയിരുന്നു. സിജോ താടി പിടിക്കുകയും ദേഹത്ത് തുടയൊക്കെ ചെയ്തത് തെറ്റ് തന്നെയാണെങ്കിലും അതിന് ഇടിക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ തെറ്റാണ്. അതുകൊണ്ട് റോക്കി പുറത്തുപോയി. ഈ സീസണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ നടന്നു എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ അസോൾട്ടേ അല്ല. നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭയങ്കരമായ അഗ്രഷന്റെ പുറത്ത് നടന്നതാണ്. രണ്ടു കൂട്ടരും ഹീറ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് സീനിൽ അല്ലെങ്കിൽ കോൺവെർസേഷനിൽ നിൽക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. അതിന്റെ ഇടയിൽ പെട്ടെന്ന് ചെയ്തു പോയ കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ എല്ലാ കേസുകളും. എന്നാൽ ഇന്ന് രാവിലെ ബിഗ് ബോസിൽ നടന്ന കേസ് എന്ന് പറയുന്നത് ജിസേലിന്റെ ലിപ്സിൽ ഈ ലിപ്സ്റ്റിക് ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് അനുമോള് ആ ടിഷ്യൂ എടുത്ത് അവിടെ ഇങ്ങനെ തുടച്ചു നോക്കുന്നത്. പക്ഷേ ആ പ്രവൃത്തി വളരെ 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 മോശമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അങ്ങനെ ഒരാളുടെ ശരീരത്തിലെ ഈ ഒരു മറ്റേ ലിപ്സ്റ്റിക്ക് തുടച്ചു നോക്കാനോ മേക്കപ്പ് തുടയ്ക്കാനോ എന്നുള്ള അനുവാദമൊന്നും അനുമോൾക്കില്ല. പക്ഷെ എങ്കിൽ പോലും അതൊരു ഉപദ്രവിക്കണമെന്ന ഉദ്ദേശത്തോടെ ചെയ്ത ഒരു പ്രവൃത്തി അല്ല. എന്നാൽ അതിനൊരു റിഫ്ലക്സ് ആക്ഷൻ എന്നുള്ള നിലയ്ക്ക് ജിസേല് ചെയ്ത എന്താണെന്ന് വെച്ചാൽ അനുമോളെ പിടിച്ച് ഫോഴ്സ്ഫുള്ളി ഭയങ്കരമായിട്ട് തള്ളുകയാണ് ചെയ്തത്. വേണമെങ്കിൽ ജിസേലിന് പെട്ടെന്ന് പോയി ബിഗ് ബോസിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യാമായിരുന്നു. എന്റെ അനുവാദമില്ലാതെ ഇങ്ങനെ ചെയ്തു, ഇത് വളരെ തെറ്റാണെന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് ചെയ്യാമായിരുന്നു. പക്ഷെ അവിടെ കഴിഞ്ഞ സീസണിൽ റോക്കി ചെയ്ത പോലെ റോക്കി എന്ത് ചെയ്തു, സിജോ തൊട്ടെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്തില്ല, പകരം ഇടിച്ചു. അതുപോലെ ഇവിടെ എന്ത് ചെയ്തു, ജിസേൽ അനുമോളെ ഭയങ്കര ഫോഴ്സ്ഫുള്ളി തള്ളി. ശരിക്കും പറഞ്ഞാൽ ഇത് ആ ഒരു തള്ളുന്ന സമയത്ത് അനുമോൾ എവിടെയെങ്കിലും പോയി തെറിച്ച് വീണിരുന്നെങ്കിൽ, കിച്ചണിലാണ് നിൽക്കുന്നത്, തലയടിച്ച് വീണിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അപ്പൊ അതൊരു വലിയൊരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു നീക്കമാണ് ശരിക്കും ജിസേലിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ജിസേലിനെ ഇതിന്റെ പേര് പുറത്താക്കണം അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. ബട്ട് ഇവിടെ രണ്ടുപേരുടെയും ഭാഗത്ത് നോക്കുമ്പോൾ കൂടുതൽ ഒരു മിസ്റ്റേക്ക് പറ്റിയിരിക്കുന്നത് ജിസേലിന്റെ ഭാഗത്താണ്. കാരണം അവർ അഗ്രഷനിൽ ചെയ്തൊരു പ്രവൃത്തിയാണ്. അനുമോൾ അവരുടെ ശരീരത്തിൽ മേക്കപ്പ് ഉണ്ടോ എന്ന് നോക്കാൻ ടച്ച് ചെയ്തതും ഒരാളെ പർപ്പസ്ഫുള്ളി നമ്മൾ പിടിച്ച് ഭയങ്കരമായിട്ട് ഫോഴ്സ്ഫുള്ളി തള്ളുകയും ചെയ്യുന്നത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ബട്ട് ഇത് ബിഗ് ബോസ് രണ്ടുപേർക്കും എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുത്ത് അവസാനിപ്പിക്കാനാണ് ചാൻസ്. അല്ലാതെ ഇതിന്റെ പേരിൽ ആരെയും പുറത്താക്കുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇനി അഥവാ ഒരാളെ പുറത്താക്കാൻ പോവുകയാണെങ്കിൽ കൂടുതൽ സാധ്യത ജിസേലിനാണെന്നാണ് തോന്നുന്നത്. ആര് പോയാലും നമുക്കിവിടെ ഒന്നുമില്ല. പക്ഷേ എങ്കിലും ഇവർ രണ്ടുപേരും ചെയ്ത മിസ്റ്റേക്സ് വെച്ച് നോക്കുമ്പോൾ സാധ്യത അങ്ങനെയാണെങ്കിൽ ജിസേലിനാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.